ഹലോ എവ്രി വൺ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടോ, ചെറിയൊരു യാത്രാവിശേഷമാണ് കാണിക്കുന്നത്. അപ്പോൾ പാലക്കാട് ജില്ലയിൽ തന്നെയുള്ള ഒരു തികച്ചും ഗ്രാമീണ ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലത്തേക്കാണ് പോണത്. അപ്പോൾ ഞാൻ ഈ ജില്ലക്കാരിയാണെങ്കിൽ തന്നെ ഇതുവരെയും ഇത്രയും വർഷമായിട്ട് ഞാൻ കാണാത്തൊരു സ്ഥലം കൂടെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം. കണ്ടവരുണ്ടാവും, കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ നല്ല എന്താ പറയുക, നല്ല നല്ല കാഴ്ചകളാണ്. കുളങ്ങളും തോടുകളും വയലും പന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പാലക്കാടത്തെ ഒരു പ്രത്യേകത ആണല്ലോ. നെല്ലറയുടെ നാട് എന്നല്ലേ പറയുക. അപ്പോൾ വയലുകളൊക്കെ ഒരുപാടുള്ള ഒരു സ്ഥലം കൂടെയാണിത് കേട്ടോ. അപ്പോൾ സ്ഥലം ഏതാണെന്ന് ഞാൻ പറയാം. പാലക്കാട് ജില്ലയിലുള്ള കൊല്ലങ്കോട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് പോണത്. അവിടെ കുറേ കാണാൻ പറ്റിയ കുറച്ച് സ്പോട്ടുകളൊക്കെ ഉണ്ട്. സീതാർകുണ്ട്, പിന്നെ ചിങ്ങഞ്ചിറ, അങ്ങനെ കുറേ 2-3 സ്ഥലങ്ങൾ സിനിമാക്കാരുടെ ലൊക്കേഷൻ കൂടെയാണ് കേട്ടോ ഇതൊക്കെ. കണ്ടില്ലേ, പോകുന്ന വഴിക്ക് തന്നെ വയലുകളും ആൽമരങ്ങളും അതേപോലെ മുള്ളുവേലികളുള്ള വീടുകളും, ഇതൊക്കെ പഴയ കാഴ്ചകളാണ്, പണ്ടത്തെ കാഴ്ചകളാണല്ലോ. അപ്പോൾ ഞങ്ങൾ കൊല്ലങ്കോട് എത്തി ഏകദേശം. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ദൂരം കൂടെ പോയാൽ ഒരു 2-3 കിലോമീറ്ററൊക്കെ ഉള്ളൂ നമുക്ക് ഈ സീതാർകുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്താൻ പറ്റും. അപ്പോൾ ആ പോണ വഴിക്ക് ഇതുപോലെ കണ്ടോ, ഫ്രണ്ടിൽ മലകളും തെങ്ങിൻ തോട്ടം, മാവിൻ തോട്ടം, വയലും വിളഞ്ഞ വയലുകളും ചെയ്യാൻ റെഡിയായി കിടക്കുന്ന വയലുകളും പച്ച കളറുള്ളതും, അങ്ങനെ എന്താ പറയുക, നമുക്ക് വണ്ടി നിർത്തി പോവാൻ നോക്കിയിട്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണത് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും വണ്ടി നിർത്തി ഫോട്ടോസ് എടുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്, കണ്ടില്ലേ. അപ്പോൾ സീതാർകുണ്ട് എന്ന് പറഞ്ഞ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോണത്. പക്ഷേ ഈ ഒരു സമയത്ത് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ വെള്ളം ഒന്നുമില്ല. പക്ഷേ അതിന് പകരം കാണാൻ പറ്റിയ ഒരു കാഴ്ച ഇതാണ്. പാടങ്ങൾ, 2 സൈഡിലും പാടങ്ങളും, മുന്നിൽ തന്നെ എന്താ പറയുക, നിരന്ന് നിൽക്കണ ഒരു മലകളും പന, തെങ്ങ്, മാവിൻ തോട്ടം, അങ്ങനത്തെയൊക്കെ ഒരു ഭംഗിയാണ്. അപ്പോൾ മഴയുള്ള സമയത്താണെങ്കിൽ നമുക്ക് ഈ ഒരു കാഴ്ച കാണാൻ പറ്റുമോ എനിക്കറിയില്ല. രണ്ടും കൂടെ ഒന്നിച്ച് കാണാൻ പറ്റുമെന്നും അറിയില്ല കേട്ടോ. ഡിസംബറിൻ്റെ മുന്നേയൊക്കെ ആണെങ്കിൽ നമുക്ക് ആ വെള്ളച്ചാട്ടമൊക്കെ ഒന്ന് കാണാൻ പറ്റിയിരുന്നു. ഇപ്പം നല്ല വിളഞ്ഞ് നിൽക്കുന്ന പാടം, അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ്സും ആ ഒരു മണവും ഒക്കെ നമ്മളെ തന്നെ മൊത്തത്തിലൊരു റിഫ്രഷ് ആക്കണ ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ. എന്താ പറയുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പറ്റിയൊരു സ്പോട്ടാണ്. പൈസയ്ക്ക് വലിയ ചിലവുമില്ല, ടിക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ല അവിടെ കേട്ടോ. അപ്പോൾ സീതാർകുണ്ടിലേക്ക് പോകുന്ന ആ വഴിയാണിത്. 2 സൈഡും പാടങ്ങളും, അതിൻ്റെ ഇടയ്ക്കൊരു ചെറിയൊരു തട്ടുകടയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്ഥലത്ത് എത്തിയപ്പോൾ നല്ല ഉച്ച ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവിടെ ആൾക്കാരെയൊന്നും കാണാത്തത്. വൈകുന്നേരങ്ങളിലും രാവിലെ നേരത്തെയൊക്കെ ആണെങ്കിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ സീതാർകുണ്ടിൻ്റെ ആ ഒരു മലയിലേക്ക് പോവുകയാണ്. മല എന്ന് വെച്ചാൽ ഒരുപാടൊന്നും കയറാനില്ല. ആ പോകുന്ന വഴിക്ക് ഒരു ഊഞ്ഞാല കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇരുന്ന് ആടാം. അപ്പോൾ അങ്ങനെ ചെറിയൊരു കാടാണ്. ആ കാടിൻ്റെ ഉള്ളിൽ കൂടെ നടന്നിട്ട് താഴോട്ട് ഇറങ്ങിപ്പോകണം, കുറച്ചധികം ഇറങ്ങിപ്പോകണം കേട്ടോ, എന്നാലാണ് നമുക്ക് ഈ വെള്ളത്തിൻ്റെ അടുത്ത് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആ പോകുന്ന വഴിയാണ് ഇതൊക്കെ. കുറേ പാറകളും, ചെറിയ പാറകളും വലിയ വലിയ പാറകളൊക്കെയാണ്. ക്യാമറയിൽ കാണുമ്പോൾ അല്ലാതെ കുഞ്ഞി പോലെ തോന്നും. ഈ പാറയൊക്കെ നല്ല വലിപ്പമുള്ള പാറകളാണ് കേട്ടോ. പിന്നെ താഴോട്ട് നല്ലോണം ഇറങ്ങിപ്പോകണം. ഈ വെള്ളത്തിൽ പോയവർക്കൊക്കെ അറിയാം, അവിടെ സീതാർകുണ്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും താഴെ ഭാഗമാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതാണ് ആ വെള്ളം. അധികം വെള്ളമില്ല, ഞാൻ പറഞ്ഞില്ലേ, മഴക്കാലത്താണെങ്കിലാണ് നല്ല വെള്ളം ഉണ്ടാവുള്ളൂ. ഇതിലിപ്പോൾ കുറച്ച് വെള്ളമേ ഉള്ളൂ. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അവിടെ കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് മീനുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നെല്ലിയാമ്പതിയിൽ കാണുന്ന സീതാർകുണ്ട് ഇതിൻ്റെ ഏറ്റവും മുകളിലാണ്. അതിൻ്റെ താഴെ ഭാഗം ഈ വെള്ളം വീണ സ്ഥലമാണ് ഇത് കേട്ടോ. ബാക്കി ഐതിഹ്യങ്ങളൊന്നും എനിക്ക് ശരിക്കും അറിയില്ല, ഞാൻ അതിനെ പറ്റിയിട്ട് സെർച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ വെള്ളച്ചാട്ടമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നല്ല മാവിൻ തോട്ടങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു പ്രൈവറ്റ് ആയിട്ടുള്ളതാണ്. കുറേ മാവിൻ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ തന്നെ നമുക്ക് ഹോം സ്റ്റേ ഉണ്ട് കേട്ടോ. ഒരു വീടുണ്ടായിരുന്നു. ഞങ്ങൾ നമസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടോയെന്ന് ചോദിച്ച് പോയതാണ്. അപ്പോൾ അവിടെ തന്നെ പാർക്കിംഗ് ചെയ്യാനും താമസിക്കാനും അതേപോലെ നാടൻ ഫുഡൊക്കെ അവർ ഉണ്ടാക്കി തരും. അപ്പോൾ അവരുടെ വീടാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മൾ പോകുമ്പോൾ ആദ്യം തന്നെ ഈ വീട് കാണും. അപ്പോൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ സീതാർകുണ്ടിലേക്ക് പോകാം. നടന്നു പോകാൻ 2 മിനിറ്റ് ദൂരേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അവരുടെ വീട്. അവരുടെ ഷോപ്പും ഇതിൽ തന്നെ ഉണ്ട്. ഞാൻ അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ രാത്രി താമസിക്കേണ്ട ആൾക്കാർ, ദൂരത്തു നിന്നൊക്കെ വരുന്നവർക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. മുകളിൽ 2 ബെഡ്റൂംസൊക്കെ ഉണ്ട്. അതേപോലെ നല്ല നാടൻ ഫുഡ് കിട്ടും. ഭയങ്കര കുറച്ച് പൈസയേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് അതിശയം തോന്നിയിരുന്നു, നല്ല ടേസ്റ്റി ഫുഡും. അപ്പോൾ ശനി ഞായറൊക്കെ ബിരിയാണി, നെയ്ച്ചോറൊക്കെ ഉണ്ടാവും എന്നൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകുന്നവർക്കൊക്കെ ഇവിടെ പോവുക കേട്ടോ. അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഗ്രാമങ്ങളിൽ മാത്രം കാണുന്ന കുറച്ച് കാഴ്ചകളാണ് ഇതൊക്കെ കേട്ടോ.
അപ്പോൾ ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വേറൊരു സ്പോട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വലിയ ആൽമരങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോയതാണ്. കുറച്ച് അടുത്ത് തന്നെ കേട്ടോ, എല്ലാം ഒരു 1-2 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയാണ്. അപ്പോൾ ഇതാണ് ആൽമരങ്ങൾ കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ആൽമരങ്ങൾ കാണുന്നത്. അവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്, പ്രകൃതി ക്ഷേത്രം എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ചിങ്ങൻചിറ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു വലിയ ചിറയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും നല്ല നട്ട വെയിലത്താണ് പോയത്. പക്ഷേ ആ ആൽമരങ്ങളുടെ ഒരു തണുപ്പ് കൊണ്ട് അവിടെ മൊത്തം തണലായിരുന്നു. പന്തലിട്ട പോലെ കുറേ ആൽമരങ്ങൾ ഒന്നിച്ചുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ വലിയൊരു ചിറയുണ്ട്. ചിറയിൽ നിന്ന് ഇങ്ങനെ മോട്ടർ അടിച്ച് വെള്ളമൊക്കെ ഈ തോട്ടങ്ങളിലേക്ക് ഇതിന്നാണെന്ന് തോന്നുന്നു കൊണ്ടുപോകണം. വെള്ളം അടിക്കണ്ടായിരുന്നു, അവിടെ മോട്ടർ ഇട്ടത് കണ്ടിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വേറൊരു സ്പോട്ടും കൂടെ ഉണ്ട്, ഊട്ടുപുര എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്കാണ് ഈ പപ്പായത്തോട്ടം കണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കൂടുതൽ പപ്പായ മരങ്ങൾ ഇങ്ങനെ ഒന്നിച്ച് ഇങ്ങനെ തോട്ടമായിട്ട് കാണുന്നത്. അതിൻ്റെ കുറച്ച് ഭാഗമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ, ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു സ്പോട്ടിലെത്തി. ഇവിടെ ഇത് ഞാൻ കുറേ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്, കുറേ പേര് ഈ സ്ഥലത്ത് വീഡിയോ എടുത്തതും ഒക്കെ. ഊട്ടുപുര എന്ന് പറയുന്നത് അതായത് വലിയൊരു പാറ, ആ പാറൻ്റെ മുകളിൽ ഒരു ഓടിട്ട വീട്, അതിൻ്റെ സൈഡിൽ ഓല മേഞ്ഞ ഒരു കുടിലുണ്ട്. അതാണ് ഊട്ടുപുര എന്ന് പറഞ്ഞു. അവിടെ ഭക്ഷണമൊക്കെ കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ പോയ അന്ന് ആരുമില്ല. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ മാവും തോട്ടങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും ഭംഗിയുള്ള കാഴ്ച കാണണമെങ്കിൽ ഈ ഒരു ഓടുമേഞ്ഞ വീടിൻ്റെ പുറകു വശത്ത് കൂടെ പോകണം കേട്ടോ. അപ്പോൾ നല്ല വെയിലുള്ള ഒരു ടൈം ആയതുകൊണ്ട് തന്നെ നല്ല ചൂടും ഉണ്ടായിരുന്നു. പക്ഷേ ആ പാടത്തു നിന്നൊക്കെ വരുന്ന നല്ല തണുത്ത കാറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇതാണ് ആ വീടിൻ്റെ ബാക്കിലേക്ക് പോയ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ, കണ്ടില്ലേ, ഒരു ചിത്രകാരൻ്റെ ക്യാൻവാസിലേക്ക് നോക്കിയ ഒരു ഫീലിംഗ് ആണ്. അത്രയും ഭംഗിയിലാണ് നിൽക്കുന്നത്. മലകളും അതിൻ്റെ മുന്നിലെ തെങ്ങിൻ തോട്ടം, അതിൻ്റെ മുന്നിൽ മാവിൻ തോട്ടവും, പിന്നെ ഇതാ സ്വർണ്ണ കളറിലുള്ള നെൽപ്പാടം, കൊയ്യാൻ റെഡിയായിട്ടുള്ള നെൽപ്പാടവും, ഇതെല്ലാം കൂടെ എത്ര നേരം വേണമെങ്കിൽ നമുക്ക് നോക്കി നിൽക്കാം, അത്രയും ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ആ പാറയിൽ തന്നെ കണ്ടോ ഓരലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുറേ അടുപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ആളുകൾ വന്ന് പോവാറുണ്ട് എന്നുള്ള അർത്ഥം. വൈകുന്നേരങ്ങളിലൊക്കെ നല്ല തിരക്കുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു പുളിമരത്തു നിന്ന് എനിക്ക് ചെറിയൊരു പുളി കിട്ടി, അതും കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പോവുക കേട്ടോ. ഇനി അടുത്തൊരു സ്പോട്ട് ഏതാണെന്ന് കാണിച്ചു തരാം. ചെല്ലൻചേട്ടൻ്റെ ചായക്കട. അത് അവിടെ എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അത് ഇതൊരു സെൻറ്ററാണ്. ഇവിടെ നിന്ന് 2 വഴിയാണ്. 2 വഴിയിൽക്കും പോണ സ്പോട്ടുകളാണ് ഇപ്പോൾ നമ്മൾ പോയത്. ഊട്ടുപുരയും പിന്നെ ആ ഒരു ചിങ്ങൻചിറ എന്ന് പറഞ്ഞില്ലേ അതും. അതിൻ്റെ സെൻറ്ററിലാണ് ഈ ഒരു ചായക്കട ഉള്ളത്. അപ്പോൾ ഓലമേഞ്ഞ ഒരു കുടിലാണത്. 48 വർഷം കഴിഞ്ഞു എന്ന് പറഞ്ഞു കേട്ടോ അവർ. അപ്പോൾ ആ നിൽക്കുന്നതാണ് ചെല്ലൻചേട്ടൻ. അവിടെ നിന്ന് പരിപ്പുവടയും ചായയും ഒക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്തായാലും നല്ല അനുഭവങ്ങൾ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചായക്കടൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പനേൻ്റെ ഓലയും കൊണ്ട് മേഞ്ഞതാണ് കേട്ടോ ഈ ഒരു കുടിൽ. ശരിക്കും ഒരു 50 വർഷം ബാക്കിലേക്ക് പോവാം ഈ ഒരു സ്ഥലത്തേക്ക് വന്നതിൽ. അപ്പോൾ മനോഹരമായ ഈ ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് മനസ്സൊക്കെ നല്ല റിഫ്രഷായിട്ട് ഞാൻ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.